ചില സമയത്ത് നമുക്ക് ജീവിതം വളരെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത പോലെ ഒത്തുവരത്തില്ല. നമ്മുടെ പ്രതീക്ഷ പോലെ ഒത്തുവരത്തില്ല. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ പോലെ ജീവിതം ഒത്തുവരാത്തപ്പോൾ നമ്മൾ എന്നാ ചെയ്യാം? പണ്ട് പത്രോസ് ശിഷ്യനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കുടുംബജീവിതം ഇത്തരത്തിലാണെങ്കിൽ കുടുംബജീവിതത്തിന് വേണ്ടി പോകാണ്ടിരിക്കണമല്ലേ നല്ലതെന്ന് ചോദിച്ചു. അല്ലേ? ഇത്തരത്തിലാണെങ്കിൽ ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിലേ കുടുംബജീവിതം ഇത്തരത്തിലാണെങ്കിൽ എന്നല്ലേ ചോദിച്ചത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം 10-11 തിരുവചനങ്ങളാണ്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. എന്താണ്? കുടുംബജീവിതം ഇത്തരത്തിലാണെങ്കിൽ അതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട ഊന്നലെവിടെയാണ്? ഇത്തരത്തിൽ ആണെങ്കിൽ അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിത പോലെ അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത്തരത്തിലാണെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കണമല്ലേ നല്ലത്. ഇത് തന്നെ എല്ലാത്തിനും വരും. ഈ കച്ചവടം ഇങ്ങനെയാണെങ്കിൽ പിന്നെ കച്ചവടം ചെയ്യാതിരിക്കണമല്ലേ നല്ലത്. എൻ്റെ ജോലി ഇത്തരത്തിലാണെങ്കിൽ ഈ ജോലി ചെയ്യാണ്ടിരിക്കണമല്ലേ നല്ലത്. ജീവിതം ഇങ്ങനെയാണെങ്കിൽ ജീവിക്കാണ്ടിരിക്കണമല്ലേ നല്ലത്. ആത്മഹത്യ ചെയ്യണമല്ലേ നല്ലത്. ആ ചോദ്യം വളരെ അണ്ടർസ്റ്റുഡാണ്. അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കണ കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിക്കണ ഒരു മഹാചോദ്യമാണ്. എൻ്റെ ജീവിതം, എൻ്റെ പരീക്ഷയും പഠനവും ഇങ്ങനെയാണെങ്കിൽ ഇനി ടെസ്റ്റുമായിട്ട് മുന്നോട്ട് പോകാണ്ടിരിക്കണമല്ലേ നല്ലത്. അപ്പം നല്ലത് ഇന്നതല്ലേ എന്ന് ദൈവത്തോടൊരു ഉപദേശം ചോദിക്കാൻ. എൻ്റെ ജീവിതം, എൻ്റെ പഠനം, എൻ്റെ ദൗത്യം, എൻ്റെ ജീവിത സാഹചര്യമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത് പോലെ അല്ലാണ്ട് പ്രതികൂലമായി മാറിയിരിക്കുകയാണ്. ഇതങ്ങോട്ട് അവസാനിപ്പിക്കണതല്ലേ നല്ലത് എന്ന് കർത്താവിനോട് ചോദിക്കും. അപ്പോൾ കർത്താവ് ഒരു മറുപടി പറയും. എന്താണ്? അതിനുള്ള കൃപ ലഭിക്കാത്തവരാരും ഈ ഉപദേശം സ്വീകരിക്കണില്ല. അപ്പോൾ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ, ഇതാണ് മത്തായി ശ്ലീഹ 19:11, എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിൽ നീ ടേൺ ബാക്ക് പിന്തിരിഞ്ഞ് പോകേണ്ട ഒരവസ്ഥ, മനസ്സിടിഞ്ഞു പോയി, കേസ് കെട്ട് കച്ചവടം അവസാനിപ്പിക്കാൻ പോവുകയാണ്, നിരാശപ്പെട്ട് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിവിധിയാണ് പരിശുദ്ധാത്മാവ് പറയണത്. എന്താണ്? നീ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ഇപ്പം കച്ചവടം ഇല്ല, നിൻ്റെ കച്ചവടം ഇല്ല. അപ്പം കച്ചവടം വരാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് ബ്ലെസ്സിങ്സ് എന്ന് പറയാം, അനുഗ്രഹം. പക്ഷേ നീ എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? നിന്നെ നിലനിർത്താൻ കർത്താവിന് ദർ ക്യാൻ ബി അതർ വേ. അതിനാണ് കൃപയെന്ന് പറയണത്. നിൻ്റെ കുടുംബത്തെ, മക്കളെ നിലനിർത്താൻ ഇതല്ലാണ്ട് വേറെ വഴി, അതിനാണ് കൃപയെന്ന് പറയണത്. കർത്താവിൻ്റെ വഴി, നിൻ്റെ വഴി അനുഗ്രഹവും, കർത്താവിൻ്റെ വഴിയുടെ പേരെന്താ? കൃപയും. കൃപ തെളിഞ്ഞു വരുമ്പോഴാണ് ഇതുപോലെയുള്ള, ഇപ്പം തന്നെ ഒരു സാക്ഷ്യം കേട്ടില്ല. എന്നാ കേട്ടത്? അവർ പുര പണിയാൻ വേണ്ടി ലോൺ എടുക്കാൻ വേണ്ടി LIC കമ്പനി ചെന്ന്. അപ്പോൾ എന്നാ പറ്റി? കമ്പനിക്ക് തീ പിടിച്ചെന്ന്. അവർ ലോൺ എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ലോൺ എടുക്കാനുള്ള സ്ഥലത്ത് തീ പിടിച്ചു. അതുകൊണ്ട് ഫയലെല്ലാം കത്തിപ്പോയി. അതുകൊണ്ട് മാനേജർ പറഞ്ഞ് ഇനി ഒരു 2 കൊല്ലത്തേക്ക് ഇങ്ങോട്ട് നോക്കണ്ട. അത് നമ്മുടെ ഒരു വഴിയാണ് ശരിക്കും. ഇപ്പം പാപി ചെന്നിടം പാതാളം ഒന്നായിരിക്കും കേൾക്കണമെന്ന് ഉപദേശിക്കണത്. കേൾക്കണം വിചാരിക്കും, അല്ലെങ്കിലും പാപി ചെന്നിടം പാതാളം. ഇങ്ങനെ ഈ സാത്താൻ്റെ വചനങ്ങളെ എല്ലായിടത്തും ഉണ്ട്. സാത്താൻ്റെ വചനങ്ങൾ ഇപ്പം താൻ പാതി ദൈവം പാതി, സാത്താൻ്റെ വചനമാണത്. ഉടമ്പടി അത് അംഗീകരിക്കത്തില്ല. ഇപ്പോൾ ഡോക്ടർ എന്താ ചോദിച്ചത്? അവരെ ഇപ്പോൾ ആദ്യം സാക്ഷ്യം പറഞ്ഞ സഹോദരൻ എന്നാ പറഞ്ഞത്? LIC ഓഫീസ് കത്തിയെങ്കിലും കർത്താവിൻ്റെ വീട് പണിത് തന്നു. കൈയടിച്ച് കർത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിച്ച് വെച്ച ബുദ്ധിപരമായ ഒരു വഴി അടഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് പറ്റും?
ദൈവത്തിൻ്റെ വഴികൾ തുറന്നു. ആദ്യത്തെ സാക്ഷ്യം എന്തായിരുന്നു? ആദ്യത്തെ സാക്ഷ്യം സ്കാൻ ചെയ്തപ്പോൾ ഗർഭസ്ഥ ശിശു അംഗവൈകല്യമാണ് അല്ലേ? ആദ്യത്തെ സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? നിങ്ങൾ മറന്നുപോയായിരിക്കും അല്ലേ? ആ സാക്ഷ്യം എന്താണ്? ആ സ്കാൻ ചെയ്തപ്പോൾ ആ ഗർഭസ്ഥ ശിശു അംഗവൈകല്യമാണ്, ബുദ്ധിമാന്യം ഉണ്ടാകും, ഡൗൺ സിൻഡ്രോം ഉണ്ടാകും, പല പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും പറയാതെ പറഞ്ഞത് എന്താണ്? എടുത്ത് കളയായിരിക്കും നല്ലതെന്ന് പറയും. എടുത്ത് കളയായിരിക്കും നല്ലത്. അവരെന്നാ ചെയ്തത്? ഒന്ന് ഉടമ്പടി ചെയ്തു. പ്രസവിച്ചപ്പോൾ നല്ല ആരോഗ്യമുള്ള സുന്ദരനായ കുഞ്ഞ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ ഡോക്ടറിൻ്റെ ഒരു ചോദ്യമുണ്ട്. എന്താ ഡോക്ടർ ചോദിക്കണത്? ഇതെങ്ങനെ സംഭവിച്ചു? അത് മനുഷ്യനും ദൈവവും തമ്മിൽ, മാതാവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ്. മാതാവ് ആദ്യമേ ചോദിക്കും ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. നമ്മളത് കഴിഞ്ഞേ ചോദിക്കത്തുള്ളൂ. ആദ്യം ചോദിക്കുന്നതാണ് നല്ലത്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ ആദ്യമേ ചോദിക്കണം എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരു വഴിയുണ്ട്. ഇത്രയും ഡൈക്കോട്ടമി ആയിട്ടുള്ള വിഷയത്തിലാണെങ്കിൽ പോലും ദൈവത്തിന് മറുപടിയുണ്ട്. ദൈവത്തിൻ്റെ മറുപടി എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ്? അത്യുന്നതൻ്റെ ശക്തി. അപ്പം ലൂക്ക 1:34-35 നമ്മുടെ ജീവിതത്തിൻ്റെ ഫോർമുല. ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ അതിന് മറുപടി എന്താണ്? മനുഷ്യൻ്റെ ശക്തി ഇവിടെ അസ്തമിക്കുകയാണ്. ഇനി അത്യുന്നതൻ്റെ ശക്തിക്ക് വരാൻ കാലമായി. കൈയടിച്ച് കിടത്താണ് ചൊല്ലുക. ഉടമ്പടിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാവോ? അത്യുന്നതൻ്റെ ശക്തിയാണ് നമ്മളിലേക്ക് ആവശ്യിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഉടമ്പടി പുതുക്കാനിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്തതെന്നറിയാമോ? നിങ്ങൾ വെള്ളപ്പേപ്പർ മേടിച്ച് ഉടമ്പടി വീണ്ടും കാര്യങ്ങൾ എഴുതിയിട്ട് നിറച്ച വസ്തു മേടിക്കുമെന്ന് പറഞ്ഞില്ലേ ബ്രദറെ? അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത്യുന്നതൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കാൻ വേണ്ടിയുള്ള നിങ്ങൾ എന്നാ പരുവപ്പെട്ടു എന്നാണ് നോക്കണത്. മനസ്സിലായില്ലേ? കാര്യം പല കാര്യങ്ങളും നമ്മുടെ ശക്തി കൊണ്ട് നടക്കത്തില്ല. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ആവശ്യമായി വരും. കാര്യം ആദ്യം മുതൽ അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ശക്തി ഇപ്പം ഇന്നലെ ഒരു സഹോദരൻ ഒരു സാക്ഷ്യം പറഞ്ഞു, ഷിബു ദേവദാസ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശ്നം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകന് എന്തോ അപകടത്തിലോ പെട്ട് മകൻ കോമ സ്റ്റേജിലാണ്. കുറേ കാശാണ്, ലക്ഷങ്ങളാണ് ചിലവ്. അപ്പം 13 ലക്ഷം രൂപ അത്യാവശ്യമായി വന്നു. അപ്പം ഷിബുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഹാൻഡ്സൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. ഒരു കൊല്ലമല്ല, 20 കൊല്ലം ഹാൻഡ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഷിബുവിനും മരുന്ന് കൊടുത്തു. കാര്യം ഇയാൾ ഹാൻഡ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ കാണിക്കുന്ന പെരുമാറ്റ രീതികളൊക്കെ പേടിപ്പിക്കണ രീതികളാണ്. അപ്പോൾ ആ മരുന്ന് വായിച്ച് നോക്കിയപ്പോൾ ഭ്രാന്തിന് കൊടുക്കണ മരുന്നാണ്. അദ്ദേഹം ഇന്നലെ സാക്ഷ്യമായി അത് വായിച്ച് നോക്കുമ്പോൾ ഭ്രാന്തിന് കൊടുക്കണം മരുന്നാണ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ച് എനിക്ക് ഭ്രാന്തായല്ലേ അവസാനം. പണ്ട് ശംഭുവും ശാന്തിയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഭ്രാന്തും കൂടിയായി. അദ്ദേഹം ഉടനെ പറയുന്ന വാക്ക് എന്താണെന്നറിയാവോ? ഞാൻ ഭ്രാന്തിന് കഴിക്കണ മരുന്ന് കഴിച്ചില്ല, ഞാൻ അതിന് പകരം യൂട്യൂബിൽ അച്ഛൻ്റെ പ്രസംഗം കേട്ടതെന്ന്. കേൾക്കുമ്പോൾ ചിരി വരും, പക്ഷെ ആ മനുഷ്യൻ അത് ചെയ്തില്ലേ. ഞാൻ ചെയ്തില്ലേ, യൂട്യൂബിൽ തണുക്ക പ്രസംഗം കേട്ട്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ ഞാൻ ഓക്കെ ആയി. നേരെ ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്ത് അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ വിളിച്ച്, എന്താ നിങ്ങളുടെ മകന് ചികിത്സക്കുള്ള സഹായം ഒരു കമ്പനി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്നാണ് 13 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിൽ വരണത്. അമ്മയുടെ കൈ കാശുണ്ട്, ചോദിക്കണ പോലെ ചോദിച്ചാൽ മതി. ഇതൊക്കെ ഇവിടുന്ന് വരണം. ഇപ്പം ഷിബുവിൻ്റെ അസുഖവും മാറി, അവൻ്റെ ശംഭുവും ശാന്തിയും അങ്ങനെയുള്ള പാൻ മസാല എല്ലാം ആ ലഹരി പദാർത്ഥ ഉപയോഗം മാറി. അവന് മരുന്ന് കഴിക്കണില്ല. ഇപ്പം അവൻ്റെ മകൻ്റെ ചികിത്സക്കുള്ള സഹായവും കിട്ടിയല്ലേ. ഇതൊക്കെ ഇതെന്താണ്? ഷിബുവിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ ഇത്? അതാണ് പ്രശ്നം. നമ്മൾ എക്വിപ്ഡ് ആകണം. ഇതെങ്ങനെ സംഭവിക്കും? നിങ്ങളുടെ പല വിഷയങ്ങളും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല.
അതുകൊണ്ടാണ് ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ള ചോദ്യങ്ങൾ വരണത്. അതിൻ്റെ മറുപടി എന്താ ബൈബിൾ പറയണത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വരുത്താൻ വേണ്ടിയാണ് നമ്മൾ എന്തായി മാറണം? വാഗ്ദാന പേടകമായി മാറണം. പറഞ്ഞാൽ മനസ്സിലായി? ഇതാണ് ഉടമ്പടിയുടെ ഒരു അന്തസത്ത. നമ്മൾ അത്യുന്നതിൻ്റെ ശക്തി ആവശ്യിക്കണ്ടേ? നമുക്ക് പറ്റുമോ? ഇപ്പോൾ നമ്മൾ അത്യുന്നത ശക്തി നമ്മളിലേക്ക് ആവശ്യിക്കണമെങ്കിൽ എന്താകണം? ബൈബിളിൻ്റെ ഒരു ഫോർമുലയുണ്ട്. എന്തിൻ്റെ ഫോർമുല? അത്യുന്നതിൻ്റെ ശക്തി ഒരു വ്യക്തിയിലേക്ക് ആവശ്യിക്കണത് എപ്പോഴാണ്? അത് പുറപ്പാട് 40-34 വെച്ചുകൊണ്ടാണ്. വെറുതെ ഇങ്ങനെ ഇരുന്ന അത്യുന്നത ശക്തി ആവശ്യിക്കത്തില്ല. അത്യുന്നത ശക്തി ആവശ്യിക്കുന്നത് വാഗ്ദാന പേടകത്തിൻ്റെ മേലാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ജീവിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ വാഗ്ദാന പേടകമായി മാറണത്. അമ്മ വാഗ്ദാന പേടകമായപ്പോഴാണ് അമ്മയിലേക്ക് ശക്തി ആവശ്യിച്ചത്. എന്താ കാര്യം? അതുകൊണ്ടാണ് എലിസബത്ത് അമ്മയെ കാണുമ്പോൾ ലുക്ക 1:44 പറയണത്. 45 എന്താ? മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത വചനങ്ങൾ പറഞ്ഞ് നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന്. കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ നിറവേറുമെന്ന് വിശ്വസിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? കർത്താവിൻ്റെ വചനങ്ങൾ നിറവേറുമെന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ വചനമായി ആ വ്യക്തി മാറുകയാണ്. വചനം അടക്കം ചെയ്ത മനുഷ്യപ്പേടകമായി മാറുകയാണ്. ആ വാഗ്ദാന പേടകമായി വചനം പാലിക്കുന്നതനുസരിച്ചാണ് ഉടമ്പടിയിൽ നമ്മൾ വാഗ്ദാന പേടകമായി മാറുമ്പോഴാണ് അത്യുന്നതിൻ്റെ ശക്തി ആവശ്യിക്കുന്നത്. അത്യുന്നതിൻ്റെ ശക്തി ആവശ്യിച്ചാൽ ഗോലിയാത്തിനോട് ദാവീദ് എന്താ പറഞ്ഞത്? ദാവീദിനെ കണ്ടപ്പോൾ ഗോലിയാത്ത് ചിരിച്ചു അല്ലേ? 1 സാമുവേൽ 17:45-47. 1 സാമുവേൽ 17:45-47. ദാവീദിനെ കണ്ടപ്പോൾ ഗോലിയാത്ത് ചിരിച്ചു. എന്താ കാര്യം? അവൻ്റെ കയ്യിൽ 200 ഷെക്കൽ പരിചയം 13 അടി കുന്തവും ഇരിക്കുമ്പോൾ ദാവീദിൻ്റെ കയ്യിൽ ചുമ്മാ ഒരു വടി മാത്രമാണ് ഇരിക്കുന്നത്. നീ എന്നെ പട്ടിയെ തല്ലാമെന്നാണ് എന്നെ തല്ലാമെന്നു ചോദിച്ചു. അപ്പോൾ ദാവീദ് പറയുന്നൊരു വചനമുണ്ട്, നീ നിൻ്റെ വാളുകളിലും കുന്തങ്ങളും ആശ്രയിക്കുന്നു, ഞാൻ എൻ്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നു. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ യേശുസ്തോത്രം ഹല്ലേലൂയ 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 ഭാഷാപരത ശുദ്ധികൾ ഹല്ലേലൂയ ശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് പ്രൈസ് ദി ലോർഡ്. എല്ലാ സമയത്തും മനുഷ്യൻ്റെ ആശ്രയങ്ങൾ ദൈവം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ ബിസിനസ് തകർന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗമാണെന്നൊക്കെ പറയത്തില്ലേ? നിങ്ങൾക്ക് സാമ്പത്തിക തകർച്ച ഉണ്ടായി, നിങ്ങൾ വിസ തട്ടിപ്പിൽ അകപ്പെട്ടു, ഏജൻസി പറ്റിച്ചു എന്നൊക്കെ പറയത്തില്ലേ? ഏജൻറ്റ് മുങ്ങി എന്നൊക്കെ പറയത്തില്ലേ? വാട്ട് ഈസ് ഹാപ്പനിങ് ആക്ച്വലി? എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആശ്രയങ്ങൾ ദൈവം എടുത്തു മാറ്റുകയാണ്. എടുത്തു മാറ്റുകയോ മാറ്റപ്പെട്ട അവസ്ഥയിൽ നമ്മൾ ആയിരിക്കുകയോ ചെയ്യുന്നു. അത് അനുഗ്രഹത്തിൻ്റെ ആദ്യപടിയാണ്. നമ്മുടെ ആശ്രയങ്ങൾ എടുത്തു മാറ്റപ്പെടുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുന്ന അവസരം ദൈവം തന്നെ നമുക്ക് നൽകുകയാണ്. ഹൗ യു ഫേസ് ഇറ്റ്, നീ അതെങ്ങനെയാണ് അതിനെ സമീപിക്കുന്നതാണ് വിഷയം. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമീപനമാണ്. ജീവിതത്തിന് നൽകപ്പെട്ട പ്രതികൂല സാഹചര്യങ്ങളോടുള്ള സുവിശേഷവിഹിതമായ സമീപനത്തിൻ്റെ പേരാണ് വിശ്വാസം. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ ശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് കർത്താവിൻ്റെ അന്ത്യപാഠങ്ങളില്ലേ? അന്ത്യപാഠങ്ങൾ കർത്താവ് എവിടെ വെച്ചാൽ കൊടുത്ത ശിഷ്യന്മാർക്ക്? അന്ത്യത്താഴത്തിൽ വെച്ച് കൊടുത്തത്. അന്ത്യപാഠങ്ങൾ ഈശോ കൊടുക്കണത് എവിടെയാ? അന്ത്യത്താഴത്തിൽ. 10 ദിവസം കൊണ്ട് വെറുതെ ഒരു വാളെടുപ്പിച്ചു ഇല്ലേ? 10 ദിവസം എന്നാ പറഞ്ഞത്? നിങ്ങളെ വെറും കൈയോടെ പറഞ്ഞു വിട്ടപ്പോൾ നിങ്ങൾക്ക് വല്ല കുറവുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു എന്ന് അവർ പറയുമ്പോൾ 10 ദിവസം ഈശോ പറയും, ഇനി വാളില്ലാത്തവൻ ഉടുപ്പ് വിറ്റ് വാള് വാങ്ങിക്കട്ടെ എന്ന് പറയും ഇല്ലേ? 10 ദിവസം ഉടനെ ഒടുക്കത്ത താഴത്തിൻ്റെ സിഹേനൂട്ട് ശരല മുകളിലിരുന്ന വെപ്പിലിരുന്ന വാളെടുത്ത് കൈവശമാക്കിയിട്ട് വാളും കൊണ്ടാണ് കർത്താവിനെ അനുഗമിക്കുന്നത്. എന്തൊരു വിരോധാഭാസമാണ്! 3 കൊല്ലം ഉപദേശിച്ചാണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് കൂടെ വരാൻ പറഞ്ഞപ്പോഴേ
ഇപ്പോഴെന്നാ പറയണത്? പുള്ളിക്കാരൻ വാളും കൊണ്ടാണ് പുറകെ പോണത്. ഇതിലെവിടെയോ ഒരു കുഴപ്പം. ക്രിസ്ത്യാനി, നീ എന്തും കൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നോ? നീ എന്തും കൊണ്ടാണ് കർത്താവിനെ അനുഗമിക്കണത്? നിൻ്റെ വിളിക്കും നിലക്കും ചേരാത്തതാണ് നിൻ്റെ കയ്യിലിരിക്കണമെങ്കിൽ എപ്പോഴെങ്കിലും കർത്താവ് ഇത് പറയും. എന്താണ്? വാൾ ഉറയിലിടാൻ. കർത്താവിൻ്റെ വചനം, ഈ വിശ്വാസം ഭീകരവാദം കൊണ്ട് നിലനിർത്താൻ കർത്താവ് ഉദ്ദേശിക്കുന്നില്ല. അതാണ് അവസാനത്തെ ഉപദേശം. ഭീകരവാദം കൊണ്ടോ മസിൽ കൊണ്ടോ മണി കൊണ്ടോ ഭൂമി സംരക്ഷിക്കേണ്ടതല്ല യഥാർത്ഥ ദൈവത്തിൻ്റെ വിശ്വാസം. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് യോഹന്നാന്റെ സുവിശേഷം 18:11 നിൻ്റെ വാള് ഉറയിലിടൂ. പലതരത്തിലുള്ള വാളും നമ്മുടെ കയ്യിലുണ്ടാകാം. നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുനടന്നിട്ടുള്ള പല വാളുകളും കർത്താവിൻ്റെ ശക്തിയാണ്. സക്കറിയ എന്താ പറയണത്? 4:6 സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആത്മാവിനല്ല. കർത്താവിൻ്റെ ആത്മാവിനാണ് നീ വീണ്ടെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ വാളുകളെല്ലാം നീ ആശ്രയം വെച്ചിരിക്കുന്നതെല്ലാം. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ എല്ലാം കടം കൊടുക്കാനുള്ളവർക്ക് കൊടുക്കണില്ലല്ലോ. ചിലർ പെങ്ങന്മാർക്ക് അവിടെ ന്യായമായ ഓഹരി കൊടുക്കണില്ലല്ലോ. പല തരത്തിലും നിങ്ങളുടെ കയ്യിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി പല വാളുകളുണ്ട്. ഈ മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളും എല്ലാം സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു വാളാണ്. എല്ലാ ഹാബിറ്റ്സ് അല്ല, ഓൾ ഹാബിറ്റ്സ് ആർ വാക്കിംഗ് സ്റ്റിക്സ്. ഒന്നുവടികളാണ്. ഒരായുധം, ഒരു ഉറപ്പ്. എന്തോ ഉറപ്പിന് വേണ്ടി ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ശീലമാകാം, സ്വഭാവമാകാം, പണമാകാം, ആസ്തിയാകാം, നിലപാടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളിലുള്ള നിൻ്റെ ആശ്രയമായ അതെല്ലാം ഉറയിലിടാൻ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 3:11 അവർ അഗ്നിയാൽ സ്നാനം ചെയ്യപ്പെടും. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അഗ്നിയാൽ സ്നാനം ചെയ്യിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവസിക്കാൻ എന്നാ ഒരു മാർഗം? അതിനൊരു സെൻറ്റ് പീറ്ററിൻ്റെ ഒരു മെത്തേഡുണ്ട്. എന്നാ മെത്തേഡ്? പത്രോസിൻ്റെ വാൾ ഉറയിലിടാൻ പറഞ്ഞില്ലേ കർത്താവ്? ഇല്ലേ? സ്വയരക്ഷയ്ക്ക് നീ ആശ്രയിച്ചിരിക്കുന്നത് ഉറയിലിടാൻ പറഞ്ഞിരിക്കുകയാണ്. 18:11 യോഹന്നാൻ്റെ പുസ്തകം. അങ്ങനെ സ്വയരക്ഷയും നഷ്ടപ്പെട്ടു പത്രോസിന്. ഇല്ലേ? നിങ്ങളും ചില ആൾക്കാർ സ്വയരക്ഷ നഷ്ടപ്പെട്ട ആൾക്കാരാ. എന്താ? ചില ആൾക്കാർ പറയും സർട്ടിഫിക്കറ്റ് കാണാതെ പോയെന്ന് പറയും. ചിലർ പറയും സ്വർണം കാണാതെ പോയെന്ന് പറയും. ചിലർ പറയും വീടിന് ജപ്തിയായെന്ന് പറയും. സ്വയരക്ഷ നഷ്ടപ്പെടുകയാണ് ശരിക്കും. ഇല്ലേ? വീടിന് ജപ്തിയാണ് അച്ഛാന്ന് പറയും. ചിലർ പറയും ഒരു മാർഗവും കാണുന്നില്ല എന്ന് പറയും. ചിലരുടെ ജീവിതത്തിൽ മുന്നോട്ട് നോക്കിയിട്ട് രക്ഷപ്പെടാനുള്ള ഭൗതികമായ മാർഗങ്ങൾ ഒന്നുമേ ഇല്ല. ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള ചോദ്യങ്ങൾ എപ്പോഴും വരുമ്പോൾ ഓർക്കണം പരിശുദ്ധാത്മാവ് വരാൻ കാര്യമായെന്ന്. നിങ്ങളുടെ പല വിഷയങ്ങളും നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടാതെ നീങ്ങുമ്പോൾ ഓർക്കണം, എത്തും പിടിയും കിട്ടാത്ത കാര്യങ്ങൾക്കെല്ലാം എത്തും പിടിയുടെ പേരാണ് ദൈവം. കൈ അടിച്ചു കർത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. എൻ്റെ മക്കളെ, ഇവിടെയാണൊരു വിഷയം. നമ്മൾ കടന്നു പോകുന്ന എല്ലാ വഴികളിൽ കൂടി തന്നെയാണ് അപ്പോസ്തലന്മാർ കടന്നു പോകുന്നത്. അവരായിരുന്നു ആദ്യത്തെ ക്രിസ്ത്യാനികളെ. അവരെ കണ്ടിട്ടാണ് എമ്മാവുസുകാർ പറഞ്ഞത് യഥാർത്ഥ ക്രിസ്ത്യാനികളെന്ന്. ഇല്ലേ? ക്രിസ്ത്യാനികളാണ്. അത് ചിലപ്പോൾ നീ കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിതം ക്രമീകരിക്കണ എല്ലാവരും ക്രിസ്ത്യാനികളാണ്. എപ്പോഴും ഓർത്തേക്കണം നിങ്ങൾ. ആര് ദൈവവചനം അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നുവോ. അമ്മ എങ്ങനെയാണ് ക്രിസ്ത്യാനിയായത്? ആദ്യത്തെ ക്രിസ്ത്യാനിയല്ലേ? കർത്താവ് എന്താ പറഞ്ഞത്? ദേ നിൽക്കണം ആദ്യത്തെ ക്രിസ്ത്യാനിയെന്ന്. എന്താണ്? ദൈവവചനം കേൾക്കുകയും ഒന്ന് പറഞ്ഞേ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളാണ് എൻ്റെ അമ്മ. അപ്പോൾ ദൈവവചനം, അതാണ് ദൈവവചനം കേൾക്കുമ്പോൾ ലൂക്ക 8:21, 11:27 ഒറ്റ വചനമല്ലേ? ദൈവവചനം കേൾക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കുമ്പോൾ
ഈശോയുടെ അമ്മ മാത്രമല്ല ആകണത്, ആരാണ്? വാഗ്ദാന പേടകമായി മാറും. എന്താണ്? ദൈവവചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും ഒരുപോലെ സംവഹിച്ച ആളാണ്. ദൈവവചനെ ഇതേ നിൽക്കണം എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ, ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ, മത്തായി ശ്ലീഹ 12:44 എന്താ പറയണത്? അമ്മയ്ക്ക് മാത്രമല്ല നമ്മൾക്കും യേശുവിൻ്റെ അമ്മയാകാം, നമുക്ക് വാഗ്ദാന പേടകമാകാം. എങ്ങനെയാകാൻ പറ്റും? അമ്മയെപ്പോലെ ദൈവവചനം കേൾക്കുമ്പോൾ അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ വാഗ്ദാന പേടകമാകുന്നു. അപ്പോഴാണ് അത്യുന്നത ശക്തി നമ്മളിലേക്ക് ആവശ്യിക്കുന്നതാണ്. അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. കൈ അടിച്ചു കിടത്താണ്. ശ്രുതികളുടെ ഭാഷാപരത്തോടെ ചില മന്ദബുദ്ധികളെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ഇവിടെ നടക്കുന്നത് മരിയൻ വർഷിപ്പാണെന്ന്, മരിയൻ ആരാധനയാണെന്ന്. ഇവിടെ നടക്കുന്നത് എന്താ നിങ്ങൾക്കറിയാവോ? നമ്മൾ അമ്മയെ ആരാധിക്കുകയല്ല. മേരി ഈസ് അവർ മോഡൽ ആൻഡ് റോൾ മോഡൽ. അമ്മയെ ഉടമ്പടി നമ്മളെ എന്താക്കും? അമ്മയെ അടുത്തറിയാൻ. അമ്മ എങ്ങനെ അമ്മയായെന്ന് ഈശോ പറയും. എന്താണ്? ദൈവവചനം കേട്ടിട്ടാണ്, അതനുസരിച്ച് ജീവിച്ചിട്ടാണ്. എന്നിട്ടാണ് ഈ 12:44 45 മത്തായി ശ്ലീഹ പറയണത്, ദേ നിൽക്കണ എൻ്റെ അമ്മ, ദേ നിൽക്കണ എൻ്റെ സഹോദരൻ. നമ്മളെ ജനങ്ങളെ, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന ജനങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് പിന്നീട് സംസാരിച്ചത്. ആരാണ്? ദേ നിൽക്കുന്ന എൻ്റെ അമ്മ, ദേ നിൽക്കുന്ന എൻ്റെ സഹോദരൻ. ആര് ദൈവവചനം കേട്ടാൽ, ആര് ദൈവവചനം ജീവിച്ചാൽ നമ്മളും ഈശോനെ പോലെ അമ്മയാകുമ്പോൾ ഉടമ്പടി അമ്മയെ മാതൃകയാക്കുകയാണ്. അമ്മയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലെ ദൈവത്തിൻ്റെ വചനം കേട്ട് പാലിച്ച് സാക്ഷിയായി വാഗ്ദാന പേടകമാകുമ്പോൾ അമ്മയിൽ ആവശ്യിച്ച അതേ ശക്തിയാൽ ദൈവം നമ്മളെയും ആവശ്യിക്കും. അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 16 അധ്യായം പറയണത്, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. മോസസിനോട് ദൈവം പറയുന്നൊരു വാക്കാണ്. പുറപ്പാട് 33:17 എനിക്ക് നിന്നെ നന്നായിട്ടറിയാവുന്നു. എന്താ കാര്യം? കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിച്ച ആളിന് ദൈവം കൊടുത്ത സർട്ടിഫിക്കറ്റാണ്. ദൈവത്തിനെടുക്കുന്നൊരു ദൈവത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്താണ്? എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാമെന്ന് പറയണതാണ്. പുതിയ നിയമത്തിലുണ്ടല്ലോ വചനം. പുതിയ നിയമത്തിലും കർത്താവ് പറഞ്ഞല്ലോ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാമെന്ന്. യോനായുടെ പുത്രനായ ശമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കണില്ലേ? 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ചോദിക്കുമ്പോൾ 21:17 യോഹന്നാൻ്റെ പുസ്തകത്തിൽ എന്താ പറയണത്? കർത്താവേ, അങ്ങയ്ക്ക് എന്നെ നന്നായിട്ടറിയാമെന്ന്. അല്ലേ? അങ്ങയ്ക്ക് എന്നെ നന്നായിട്ടറിയാം. ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ ആരാധന എന്താണ് ഉദ്ദേശിക്കുന്നത്? ആരാധന ജീവിതത്തിലൂടെ ദൈവത്തിന് നമ്മളെ നന്നായിട്ടറിയാൻ പറ്റുന്ന ഓരോ സാഹചര്യം വരുമ്പോൾ നമ്മൾ സത്യസന്ധമായി, ഇതാണ് ഞാൻ, പത്രോസിനെ പോലെ, ഏലിയാവിനെ പോലെ, മോശസിനെ പോലെ ദൈവത്തിൻ്റെ വചനത്തോട് അന്ത്യം വരെ വിശ്വസ്തത പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നല്ലവരായി നിൽക്കുമ്പോൾ ദൈവം പറയുന്ന വാക്കുകൊണ്ട് എനിക്ക് നിന്നെ നന്നായിട്ടറിയാം, കാരണം അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി ഉദ്ദേശിക്കണത് എന്താണ്? നമ്മളെ ദൈവ തിരുസന്നിധിയിൽ ദൈവത്തിന് നന്നായി മനസ്സിലാക്കി കൊടുക്കണം. പറഞ്ഞാൽ മനസ്സിലായ മക്കളെ? പത്രോസ് ദൈവത്തിന് തന്നെ നല്ലവണ്ണം മനസ്സിലാക്കി കൊടുത്ത ആളാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധി നിൽക്കുന്ന ആരാണോ അവർക്കും എല്ലാവർക്കും ഉള്ള ബാധ്യതയാണ്. എന്താണ്? വിശ്വാസപരമായ ആധ്യാത്മിക ബാധ്യത എന്താണ്? ദൈവത്തിന് നമ്മളെ നല്ലവണ്ണം മനസ്സിലാക്കി കൊടുക്കണം. ദൈവത്തിന് നമ്മളെ നല്ലവണ്ണം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ വിഷയമെല്ലാം തീരും. എങ്ങനെ തീരണമെന്നറിയാവോ? ഇപ്പം പത്രോസിനോട് കർത്താവ് എന്നാ പറഞ്ഞത്? നിൻ്റെ വാള് ഉറയിലിടാൻ. എന്താ കാര്യം? വാളിൽ ആശ്രയിച്ചാൽ പിന്നെ ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യം നിനക്ക് വരാതിരിക്കുകയും ഭൗതികമായ നേട്ടം കൊണ്ട് നീ അവസാനം നേടുന്നത് നിനക്ക് ഉപയോഗമില്ല വരികയും നിത്യത നിനക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. നിത്യത ലക്ഷ്യം വെക്കുന്നവൻ അക്രമം ഉണ്ടാക്കത്തില്ല. യഥാർത്ഥ നിത്യത, സത്യസന്ധമായ നിത്യതയെ ലക്ഷ്യം വെക്കുന്ന മതങ്ങൾ അക്രമം ഉണ്ടാക്കത്തില്ല. എന്താ കാര്യം? അവൻ വാളുറയിലിടും. യഥാർത്ഥ നിത്യതയുള്ള കൊണ്ട് പത്രോസോട് പറഞ്ഞു, നീ വാളുറയിടാൻ പറഞ്ഞു. വാളുറയിലിട്ടപ്പോൾ അവൻ്റെ സ്വയസ്ഥ രക്ഷ നഷ്ടപ്പെട്ടു.
സ്വയരക്ഷ നഷ്ടപ്പെട്ടിട്ട് അവൻ ആശ്രയം വെച്ചിരുന്നത്, അവൻ അവലംബമായത് നഷ്ടപ്പെട്ടിട്ട് പിന്നെ എന്തിനാണ് അവൻ യേശുവിൻ്റെ പുറകെ നടക്കണ ഈ നാണം കെട്ട നടപ്പ്? പത്രോസ് പിന്തിരിഞ്ഞോ? പത്രോസ് പിന്തിരിഞ്ഞില്ല. പത്രോസ് പിന്തിരിഞ്ഞില്ല എന്നിപ്പോൾ നമ്മളോട് പറയണത് ആരാണ്? ലൂക്കായുടെ സുവിശേഷമാണ് പറയണത്. ലൂക്ക എന്താ പറയുക? 22:54. അവൻ സ്വയരക്ഷ നഷ്ടപ്പെടാൻ കർത്താവിൻ്റെ വചനം പാലിച്ചുകൊണ്ട് അവൻ്റെ ആസ്തി ഭദ്രതകളെ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പത്രോസ് കർത്താവിനെ അനുഗമിച്ചു. കർത്താവെ, ഞങ്ങൾക്കും പത്രോസിനെ പോലെ അങ്ങയോട് പറയണമെന്നുണ്ട്. അങ്ങയുടെ വചനം പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വയരക്ഷ നഷ്ടപ്പെട്ടാലും പത്രോസിനെ പോലെ അങ്ങയുടെ പിന്നിൽ അകലെ കൂടി, അങ്ങേ കർത്താവ് അകലെ കൂടി ആണെങ്കിലും അങ്ങയെ അനുഗമിക്കാൻ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതിനാണ് തീഷ്ണത എന്ന് പറയണത്. എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും കുറവുകൾ വരുമ്പോഴും, ഏതെങ്കിലും രോഗങ്ങൾ വന്നിട്ട് മാറാണ്ടിരിക്കുമ്പോഴും, ഏതെങ്കിലും കടങ്ങൾ വന്നിട്ട് പരിഹരിക്കാൻ പറ്റാണ്ടിരിക്കുമ്പോഴും, ഏതെങ്കിലും പരീക്ഷ വന്നിട്ട് തോറ്റുകൊണ്ടിരിക്കുമ്പോഴും, ഏതെങ്കിലും ലോണിന് വേണ്ടി പുറകെ നടന്നിട്ട് കിട്ടാണ്ട് നാണം കെട്ടി പിന്തിരിയുമ്പോൾ യു മസ്റ്റ് ഹാവ് ജലസ്. കർത്താവ് ചോദിക്കണ ഒരു ചോദ്യമുണ്ട്. എന്താണ്? എലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഏലിയ എന്നാ പറയണത്? ദൈവമായ കർത്താവേ, അങ്ങയോടുള്ള തീഷ്ണതയാൽ 1 രാജാക്കന്മാർ 19:44 അങ്ങയോടുള്ള തീഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഏലിയ എന്താണ് ചെയ്യണതെന്ന് ദൈവത്തിന് അറിയാം. എന്നിട്ട് ഏലിയാവിൻ്റെ വായുന്നത് കേൾക്കാൻ ദൈവത്തിന് എന്തൊരു കൊതിയാ. പത്രോസും എല്ലാത്തിനേക്കാളും ഉപരി കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പത്രോസ് യേശുവിനറിയാം. എന്നിട്ടും കർത്താവ് ചോദിച്ചു, പത്രോസേ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചില്ലേ? രണ്ടൊരു വചനമാണ്. ദൈവത്തെ നീ സ്നേഹിക്കണത് ഏതെല്ലാം സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും നിൻ്റെ പ്രാർത്ഥന മുടങ്ങുന്നില്ല, നിൻ്റെ ആധ്യാത്മിക സുവിശേഷ സാക്ഷ്യ ജീവിതം മുടങ്ങുന്നില്ലെങ്കിൽ ദൈവവചനം പറയും, യുവർ ജലസ് ഏലിയായെപ്പോലെ നീ തീഷ്ണതയുള്ളവനാണ്. ദൈവ പൈതലെ പത്രോസിനോടും ചോദിച്ചത് തന്നെയാണ് ഏലിയായോട് ചോദിച്ചത്, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? രണ്ടുപേരും പറഞ്ഞത് എന്താണ്? ദൈവമായ കർത്താവേ, ഏതെല്ലാം സാഹചര്യമുണ്ടെങ്കിലും, പട്ടിണിയാണെങ്കിലും പരിവട്ടമാണെങ്കിലും, കള്ളക്കേസ് അകപ്പെട്ടിരിക്കണമെങ്കിൽ, അതത്തിൽ തർക്കമുണ്ടെങ്കിലും, രോഗമാണെങ്കിലും, അങ്ങേക്കുറിച്ച് തീഷ്ണതയാ ജ്വലിക്കുകയാണ്. കൈ അടിച്ച് കിടത്താണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഗ്രേസ് ബിൽഡ് അപ്പോൺ നേച്ചർ. ഞങ്ങൾക്ക് ദൈവശാസ്ത്രത്തിൽ പഠിച്ചതാ. കൃപ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിലാണ് ബിൽഡ് ചെയ്യണത്, സ്ഥാപിക്കപ്പെടുന്നത്, പണിയപ്പെടുന്നതെന്ന്. നമ്മളെന്നെ ആദ്യം പറഞ്ഞത്, ആദ്യം എങ്ങനെയാണ് ഈ ധ്യാന ശുശ്രൂഷ തുടങ്ങിയത്? എങ്ങനെയാണ്? ജീവിതം പരുവക്കേടായല്ലോ അല്ലേ? കുടുംബജീവിതം ഇത്തരത്തിലാണെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കണതിലേ നല്ലതെന്ന് ചോദിച്ചില്ലേ? ജീവിതം ഇങ്ങനെയാണെങ്കിൽ പിന്നെ ജീവിക്കാണ്ടിരിക്കണതിലേ നല്ലതെന്നാണ് പത്രോസ് ചോദിക്കുന്നത്. ജീവിതം എങ്ങനെയായാലും നിനക്ക് അതിൻ്റെ കൃപ കിട്ടിയാൽ അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. നിൻ്റെ ജീവിതം, നിൻ്റെ കച്ചവടം, നിൻ്റെ തൊഴിൽ, നിൻ്റെ ജീവിതം, നിൻ്റെ വിദ്യാഭ്യാസം, നിൻ്റെ ആരോഗ്യം, അതെന്ത് തന്നെയായാലും, അത് പ്രതികൂലമായാലും അതിനെല്ലാം അതിജീവിക്കാനുള്ള കറസ്പോണ്ടിങ് ഇൻ ഈക്വൽ ഗ്രേസ് ദർ ഇസ് പ്രോമിസ്ഡ്. കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുള്ള ഇക്വാലിന് ഗ്രേസ് ഉണ്ട് നിനക്ക് തരാൻ. കൃപ നിനക്ക് തരാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോഴാണ് ജീവിതം ഇങ്ങനെ ആയിപ്പോണത്. ജീവിതം ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കണേ നല്ലതെന്ന് പറഞ്ഞ് പിന്തിരിയണതിന് പകരം ജീവിതം ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായ ജീവിതത്തിലേക്ക് ദൈവത്തെ കൂടി കക്ഷി ചേർക്കണതല്ലേ ഉചിതം. കൈ അടിച്ച് കർത്താണ് ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അവസാനമായി പത്രോസിൻ്റെ തീഷ്ണത അവൻ്റെ പെരുമാറ്റത്തിൽ നിന്നാണ് വ്യക്തമാകുന്നത്, അധരത്തിൽ നിന്നല്ല. ഹൃദയത്തിലുള്ള തികവിൽ നിന്ന് അധരങ്ങൾ സംസാരിക്കും. അധരങ്ങൾ സംസാരിക്കുക മാത്രമല്ല, അവയവങ്ങൾ അത് കാട്ടിക്കൂട്ടുകയും ചെയ്യും. കർത്താവ് എന്താ പറഞ്ഞത്? ഹൃദയത്തിൻ്റെ തികവിൽ നിന്ന് അധരങ്ങൾ സംസാരിക്കും. അധരങ്ങൾ സംസാരിക്കുക മാത്രമല്ല, അധരങ്ങൾ സംസാരിക്കണത് അവയവങ്ങൾ ആവിഷ്കരിക്കും. തീഷ്ണത അവയവങ്ങളിലൂടെ ഉണ്ടാകും. നിൻ്റെ മുട്ടിൽ നിൽപ്പും നടപ്പും കർത്താവിന് മുമ്പിലുള്ള വ്യാപരിപ്പും എല്ലാം തീഷ്ണതയുടെ പ്രത്യക്ഷ ദർശനങ്ങളാണ്. അതുമാത്രമല്ല, പത്രോസ് എന്നാ ചെയ്തത്?
തിബേരിയസ് തടാകത്തിൻ്റെ തീരത്ത് കൊച്ചുവെളുപ്പാൻ കാലത്ത് കർത്താവിനെ കണ്ടപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ദാറ്റ്സ് ലോ, അത് കർത്താവാണ് അല്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്നാ പത്രോസ് ചെയ്തത്? അവൻ എടുത്ത് ചാടി എന്നാണ് പറയണത്. കടലിലേക്ക് എടുത്ത് ചാടി. യോഹന്നാൻ 21:6. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ഏതാണെന്നറിയാവോ? യോഹന്നാൻ 21:7, 21:8. യോഹന്നാൻ 21:7 എന്നാ പറയണത്? അവൻ കടലിലോട്ട് എടുത്ത് ചാടി. അതിനേക്കാൾ രസകരമായ വചനം ഏതാണെന്നറിയാവോ? യോഹന്നാൻ 21:8. എന്താണ്? മറ്റ് ശിഷ്യന്മാർ മീൻ കൊണ്ട് നിറഞ്ഞ വലയുമായി വള്ളത്തിൽ തന്നെ കരക്കടുത്തു. അതാണ് കുഴപ്പം. താക്കോലും കൊണ്ട് പത്രോസ് പോകാൻ കാരണം അതാ. കരക്ക് വന്നപ്പോൾ താക്കോൽ കൈമാറിപ്പോയി. എന്താ സംഭവിച്ചിരിക്കണത്? മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയുമായി വള്ളത്തിൽ തന്നെ കരക്ക് അണഞ്ഞു. എന്നുവെച്ചാൽ അവന്മാർ വെള്ളത്തിൽ ചാടിയില്ലെന്നർത്ഥം. പിടികിട്ടിയ? കർത്താവിൻ്റെ പേര് കേൾക്കുമ്പോൾ അവൻ തീക്ഷ്ണത കാണിച്ചില്ലെന്നർത്ഥം. ഇതാണ് ജീവിതം. ദൈവം ഒന്നും മറക്കത്തില്ല മക്കളെ. എപ്പോഴായാലും വി വിൽ ബി റീഫണ്ടഡ്. നിൻ്റെ ദൈവം നിന്നെ റീഫണ്ട് ചെയ്യും നിനക്ക്. മറ്റ് ശിഷ്യന്മാർ എന്നിട്ടാണ് അവൻ്റെ തീക്ഷ്ണതയെക്കുറിച്ച് ചോദിക്കണത്. അത് താക്കോൽ കൊടുത്തതിനുള്ള ദൈവികമായ ഒരു എക്സ്പ്ലനേഷനാണ്. എന്തുകൊണ്ട് ഞാൻ പത്രോസ് താക്കോൽ കൊടുത്തെന്നറിയാമോ? എന്നെ കണ്ടപ്പോൾ അവൻ വെള്ളത്തിലേക്കിട്ട് ചാടിയിട്ടാ. എന്നിട്ട് യോഹന്നാൻ തന്നെയാണ് ആ സുവിശേഷം എഴുതുമ്പോൾ അറിയാണ്ട് എഴുതിപ്പോയതാണ്. മറ്റ് ശിഷ്യന്മാർ മീനിങ് നിറഞ്ഞ വലയുമായി വള്ളത്തിൽ തന്നെ കരക്കണഞ്ഞു എന്ന് വെച്ചാൽ കർത്താവിനെ കണ്ടപ്പോൾ അവരാരും വെള്ളത്തിൽ ചാടിയില്ലെന്നർത്ഥം. സ്വയം മറന്ന് തുണിയില്ലെങ്കിലും നാണക്കേടാണെങ്കിലും എല്ലാം മറന്ന് കർത്താവ് വിശ്വാസത്തിന് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി ആര് സാക്ഷ്യം വഹിക്കുന്നു? നിങ്ങൾക്ക് അധികാരം നൽകും. യോനായുടെ പുത്രനായ ശിമയോനെ, മാംസരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവാണ് വെളിപ്പെടുത്തിയത്. സ്വർഗ്ഗരാജ്യം താക്കോൽ ഞാൻ നിനക്ക് തരുമെന്ന് പറയുമ്പോൾ ദൈവിക അധികാരം കിട്ടാനുള്ള മാർഗം എന്താണ്? തീക്ഷ്ണതയാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആര് കർത്താവിനെ കാണുമ്പോൾ തീക്ഷ്ണതയോട് ജീവിക്കുന്നുവോ അവന് പവർ കിട്ടും. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ തൊട്ടുനടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. ദൈവത്തിലെ നമുക്ക് ദൈവാധികാരം വേണം. എങ്ങനെയാണ് ദൈവാധികാരം ഉണ്ടാകുന്നത്? പ്രയാസ നിമിഷങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പത്രോസിനെ പോലെ, ഏലിയാവിനെ പോലെ, ഏലിയാവിനെ പോലെ, പത്രോസിനെ പോലെ, ദാവീദിനെ പോലെ, മോശസിനെ പോലെ കർത്താവിന്റെ തിരുസന്നിധിയിൽ തീക്ഷ്ണത പ്രകടിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ അധികാരം ലൂക്കായുടെ സുവിശേഷത്തിലെ 10:19 സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ ചവിട്ടിടക്കാനുള്ള ദൈവികമായ അധികാരം നിനക്ക് നൽകപ്പെടേണ്ട കാലമാണ്. നിന്റെ തീക്ഷ്ണതയുടെ കാലം, നിന്റെ സങ്കടങ്ങളുടെ കാലം. എല്ലാ സങ്കടങ്ങളുടെ കാലവും തീക്ഷ്ണത പെരുക്കാനുള്ള കാലമാണ്. എല്ലാ തീക്ഷ്ണത പെരുക്കുന്ന കാലവും നിനക്ക് പത്രോസിനെ പോലെ കർത്താവിൻ്റെ അധികാരം നൽകപ്പെടുന്ന കാലമാണ്. അതുകൊണ്ട് കാലങ്ങളെ വിവേചിക്കുക. ഇത് സഹനകാലമല്ല, കാലക്കേടുമല്ല. കർത്താവ് കൈ പിടിക്കണ കാലമാണ്. കൈ അടിച്ചു കർത്താണ്. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ശ്രമേർത്തി എല്ലാവരും ചേർന്ന് കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. എല്ലാവരും എഴുന്നേൽക്കുക. നേർച്ച വസ്തുമായി എഴുന്നേൽക്കുക. പ്രിയപ്പെട്ടവരെ, നേർച്ച വസ്തുക്കളെ ആശീർവദിക്കുന്ന സമയമാണിത്. ഇപ്പോൾ രോഗശാന്തി പ്രാർത്ഥനകളും ജീവിത ദുരിതങ്ങൾക്കും തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥന നടക്കുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് ഉടനെ ആരാധനയുടെ ആശീർവാദം ലഭിക്കാം.
അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, കാഴ്ച നൽകുന്നവനെ, ചെകിടന് കേൾവി നൽകിയവനെ, കേൾവി നൽകുന്നവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, സംഭാഷണ ശക്തി നൽകുന്നവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, രോഗിയെ സുഖപ്പെടുത്തിയവനെ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ തിരുമുറിവാർന്ന വലത്ത് കരം ഓരോ രോഗികളുടെ മേലെ വെക്കണമേ. വിസർപ്പ രോഗികള്, സോറിയാസിസ് രോഗികള്, ഈശോ തലമുടി കൊഴിഞ്ഞു പോകുന്നവര്, അസ്ഥി രോഗികള്, സ്പോണ്ടിലോസിസ് രോഗികള്, അസ്ഥിക്കുഴകളില് ദ്രവിപ്പുള്ളവര്, വാത രോഗികള്, യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ, അസ്ഥിരോഗികളെ, വാതരോഗികളെ, സ്പോണ്ടിലോസിസ് രോഗികളെ സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ചേർന്ന് പ്രാർത്ഥികർത്താവായ ദൈവമേ, പിസ്തുല രോഗികള്, രക്തസ്രാവ രോഗികള്, പിസിയോടി രോഗികള് ഇപ്പോൾ സ്പർശിക്കണമേ. മക്കൾ ഇല്ലാത്തവരെ ഇപ്പോൾ സ്പർശിക്കണമേ. അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവര്, ബീജം ഇല്ലാത്തവര്, കൗണ്ട് ഇല്ലാത്തവര്, മൂവിങ് ഇല്ലാത്തവര് ഇപ്പോൾ സ്പർശിക്കണമേ. സ്തുതിയുടെ സ്തുതിയുടെ ഹല്ലേലൂയ. ഓർത്ത് നന്ദി പറയുന്നത് കർത്താവേ, ഈ ഓരോ മക്കളെ അവിടുന്ന് തൊടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നത്. ഏറ്റവും പ്രാർത്ഥികർത്താവായ ദൈവമേ, ശ്വാസകോശ രോഗികള്, കരള് രോഗികള്, കിഡ്നി രോഗികളെ, മൂത്രാശയ രോഗികളെ, ഗർഭാശയത്തിൽ മുഴയുള്ളവരെ, ശരീര ആകമാനം മുഴയുള്ളവരെ, സിസ്റ്റുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ. കർത്താവെ സ്പർശിക്കണമേ. സാക്ഷ്യം പറയാൻ സാധിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. ഈ മക്കൾക്കെല്ലാം സാക്ഷ്യം പറയാനുള്ള കൃപാവരം കൊടുക്കണം കർത്താവേ. അതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ജോലി ഇല്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, സാമ്പത്തികമായ കടങ്ങളുള്ളവര്, വരുമാന മാർഗമില്ലാത്തവര്, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നാനാജാതി മത്സരെ ലോകത്തിലെമ്പാടും ഇരുന്നു കൊണ്ട് യൂട്യൂബിൽ ധ്യാനം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഒക്കെ ഇത് കാണാൻ പോകുന്ന എല്ലാ മക്കളെയും ഇപ്പോഴും നമ്മൾ ആരാധനയിൽ ഓർക്കുന്നു. യൂട്യൂബിൽ ആരാധന കൂടി പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാ മക്കളെയും ഇപ്പോൾ അവരുടെ ആവശ്യങ്ങളെയും ജീവിത നൊമ്പരങ്ങളെയും ദുരിതങ്ങളെയും വിദ്യാഭ്യാസത്തിനോ ജോലിക്കുള്ള സാങ്കേതിക കുരുക്കുകളെയും സാമ്പത്തിക തകർച്ചയും സാമ്പത്തിക കടങ്ങളെയും സമാധാനം ഇല്ലാത്ത അവസ്ഥകളെയും കള്ളക്കേസുകളെയും അതിർത്തി തർക്കങ്ങളെയും കർത്താവെ അങ്ങനെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ 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 എല്ലാ മക്കളുടെയും കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. എല്ലാ മക്കളുടെ രോഗികൾ കിടക്കുന്നവര്, രോഗം നിർണ്ണയിക്കാത്തവര്, ഈശോ ഈശോ ത്വക്ക് രോഗികള്, രക്താർബുദ രോഗികള്, ആർബുദ രോഗികള്, കിഡ്നി രോഗികള്, കരൾ രോഗികള്, ഹൃദയ രോഗികള്, തൈറോയ്ഡ് രോഗികള്, പ്രോസ്റ്റേറ്റ് രോഗികള്, യേശു ക്രിസ്തു നാമത്തില് മാറിയ രോഗങ്ങള് മാറിപ്പോകട്ടെ. രോഗങ്ങളെ മാറ്റുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ. തിരുരക്തത്താൽ കഴുകണമേ, തിരുക്കരത്താൽ താങ്ങിയനെ, തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരീക്ഷാ ടെസ്റ്റുകൾ, അതുപോലെ സ്കൂൾ അഡ്മിഷൻസ്, കോളേജ് അഡ്മിഷൻസ്, അതുപോലെ തന്നെ ജോലിയുടെ അഡ്മിഷൻസ്, ഉപരി വിദ്യാഭ്യാസം, പ്രൊഫഷണൽ കോഴ്സ്,
എല്ലാ മണ്ഡലങ്ങളെയും സമർപ്പിക്കുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നൈപുണ്യ പരീക്ഷകള്, യോഗ്യതാ പരീക്ഷകള്, റീവാലുവേഷൻസ്, കർത്താവെ എല്ലാ പരീക്ഷകളെയും, ടെസ്റ്റുകളെ, ഇന്റർവ്യൂവിനെ, യാത്രകളെ, സാമ്പത്തിക കടങ്ങളെയും സാമ്പത്തിക ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ അതാവശ്യമായ വ്യക്തികളുടെ ജീവിതത്തിൽ നിറയട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. കടബാധ്യത മൂലം വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്ന കർത്താവേ, ഈശോയെ എല്ലാവിധ ടെസ്റ്റുകളും പരീക്ഷകളും കർത്താവേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കുക. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കുക. നേർച്ച വസ്തുക്കളെ ദിവ്യ കുർബാന കൊണ്ട് ആശീർവദിക്കാം. ആശീർവദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരും മൂവ് ചെയ്യരുത്. സാധാരണ അറിയിപ്പുകൾ നൽകണത് ദിവ്യകുർബാനയുടെ ആശീർവാദത്തിന് ശേഷമായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ മൂവ് ചെയ്തെന്ന് പറയാൻ കാരണം. അവിടെ തന്നെ നിൽക്കണം. ഇപ്പോഴ് ദിവ്യകുർബാനയുടെ ആശീർവാദമാണ്. ദിവ്യകുർബാനയുടെ ആശീർവാദത്തിന് വേണ്ടി നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കുക. വിശ്വാസ പ്രമാണം ചെയ്തിട്ട് Lord Jesus Christ, pour out His Spirit. Lord Jesus Christ, pour out His Spirit. I cast epidemics and Hades and troubles and accidents from you by God the Father Almighty, who made heaven and earth is in the contain. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാള ദൈവത്തിൻ്റെ ശക്തിയാൽ നേർച്ച വസ്തുക്കളെ ആശീർവദിക്കുന്നു. ആശീർവാദത്തിന് മുമ്പായി നമുക്ക് ഇവിടെ നമ്മൾ ഉടമ്പടി പ്രകാരം 6 നിയോഗങ്ങളാണ് എഴുതിയിടുന്നത്, അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. 6 സുവിശേഷ സാക്ഷ്യ ശുശ്രൂഷകൾ നിബന്ധനയായി നമ്മൾ ഏറ്റെടുക്കും. അതാണ് ഉടമ്പടി. സമ്പൂർണ്ണ സുവിശേഷത്തിൻ്റെ അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന് ഈശോയെ നൽകുക, സുവിശേഷമാകുക, സുവിശേഷമേകുക. ആ സുവിശേഷം അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അതാണ് ഉടമ്പടി. അതിന് മധ്യസ്ഥമാണ് പരിശുദ്ധ അമ്മ. നിങ്ങൾ നേർച്ച വസ്തുക്കൾ വീണ്ടും ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. എല്ലാവരും സ്തുതിക്കട്ടെ. നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ വ്യക്തിപരമായി ഈശോ തൊട്ടലിക്കുന്നു. അമ്മ നമ്മുടെ വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ആ ഈശോ യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന, ആരാധന. ദൈവമേ, ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവിന് നന്ദി പറയുന്നു. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവിന് നന്ദി പറയുന്നു. കർത്താവേ, ഞാനിവിടെ കടന്നു വന്നപ്പോൾ എൻ്റെ കർത്താവേ അവിടുന്ന് എന്നെ നോക്കിക്കണ്ട് എന്നെ അനുഗ്രഹിച്ച കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന്